2 കൊരിന്ത്യൻസ് 5-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഓക്കെ, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അറിയാം, നമ്മളെല്ലാവരും പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഹിന്ദു വിശ്വാസത്തിൽ നിന്ന് ആയിരുന്നു. ഞങ്ങൾ ജനിച്ച ആ കുടുംബത്തിൻ്റെ പാരമ്പര്യം അനുസരിച്ച് ഫോളോ ചെയ്ത് പിന്നെ സത്യം മനസ്സിലാക്കി, കർത്താവിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ വിളിയും മനസ്സിലാക്കി, അങ്ങനെ ഞങ്ങൾ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ കാരണമായി. പക്ഷേ ഇത്രയും വലിയ പരമ്പരകളായിട്ട് നമ്മൾ തുടർന്ന് വന്ന ഒരു വിശ്വാസം വിട്ടിട്ട് മറ്റൊരു സത്യത്തിലേക്ക്, മറ്റൊരു വിശ്വാസത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പല കാരണങ്ങളുണ്ട്. കാരണങ്ങളെന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് നല്ലതുപോലെ മനസ്സിലായതുകൊണ്ടും അതാണ് ശരിയെന്ന് തോന്നിയത് കൊണ്ടും ഒക്കെ കൊണ്ടാണ് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് അത്ര വലിയ സ്റ്റെപ്പ് എടുക്കുന്നത്, അല്ലേ? അപ്പോൾ ഇപ്പം നമ്മൾ ജനിച്ചപ്പോൾ തന്നെ ക്രിസ്ത്യൻസായിട്ട് ജനിച്ചവരുണ്ട്. ഇപ്പം ഡാനിയെപ്പോലുള്ളവരൊക്കെ അവർക്ക് അങ്ങനെ ജനിച്ചവരാണ്. പക്ഷേ അതിൽ തന്നെ പലരും വീണ്ടും ശരിയായിട്ടുള്ള രീതിയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കുണ്ട്. ഇതിൻ്റെ പിന്നിലൊക്കെയുള്ള കാരണം എന്താ? ഇപ്പം നമ്മൾ അത് പെന്തിക്കോസ്ത് അല്ലെങ്കിൽ അത് ശരിയാണെന്നോ അങ്ങനെയുള്ള ഒരു കാര്യം നോക്കിയിട്ടല്ല നമ്മൾ വരുന്നത്. പിന്നെ എന്താണെന്നറിയാമോ? ദൈവം നമ്മളോട് ചില സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയുകയും ചെയ്യാം. അത് ദൈവം നമ്മളെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്, അത് നമ്മൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണെന്ന് നമുക്ക് തോന്നുകയും അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ നമ്മളൊരു തീരുമാനത്തിലെത്തി, ഇങ്ങനെ എത്തിയതാണ്. അപ്പം നമ്മൾ ഈ ഒരു വലിയ തീരുമാനമെടുത്തതിൻ്റെ പിന്നിൽ വലിയ പ്രതീക്ഷകളുണ്ട്, നമുക്ക് വലിയ ആശകളുണ്ട്. അപ്പോൾ അതിന് നമ്മൾ പറയുന്നത് വിശ്വാസം, പ്രത്യാശ. വിശ്വാസമാണ് നമ്മൾ എന്തോ കാര്യത്തിൽ, ഒരു പ്രത്യേകമായ കാര്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. ഏത് കാര്യത്തിലാണ് വിശ്വസിക്കുന്നത്? ദൈവം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുകയും ഭാവിയിലേക്കുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയൊക്കെ ചെയ്തത്, അത് നമ്മൾ മനസ്സിലാക്കി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് അത് ശരിക്ക് ആഴത്തിലേക്ക് ഇറക്കി തരികയും ചെയ്തപ്പോൾ നമുക്കത് അത്യാവശ്യമായിട്ട് സ്വീകരിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ ദൈവത്തിന് സമർപ്പിച്ചാൽ നമ്മളിങ്ങനെ വരുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു വിശ്വാസം, ആ ദൈവം പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടണം, അത് വരണമെന്നുള്ള ആ ഒരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇതിൽ വന്നിരിക്കുന്നത്, അല്ലേ? പക്ഷേ എന്നാലും ആ വിശ്വാസത്തിൽ ഇപ്പോൾ നിൽക്കുന്നതേ ഉള്ളൂ നമ്മൾ. പക്ഷേ ആ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണം ആയിട്ടില്ല. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ എപ്പോഴും നമ്മൾ ആ വിശ്വാസത്തിലായി. വിശ്വാസം എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഇതുവരെ നേരിട്ട് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കാര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടില്ല. പൂർണ്ണമായിട്ട് എത്തിച്ചേരുമ്പോൾ പിന്നെ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുന്നു, നമ്മൾ അവിടെ എത്തിച്ചേരുന്നതിന് മുമ്പ് നമ്മൾ അവിടെ എത്തിച്ചേരുമെന്നുള്ളത് വിശ്വാസമാണ്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഒരിടത്തേക്ക് ടിക്കറ്റ് എടുക്കുന്നു, നമ്മളിപ്പം മറ്റൊരു ദൂര സ്ഥലത്തേക്ക് ടിക്കറ്റ് എടുക്കുന്നു, നമുക്കൊരു വിശ്വാസമുണ്ട് നമ്മുടെ ആ ടിക്കറ്റും നമ്മുടെ അതിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമ്മളെ അവിടെ എത്തിക്കുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. പക്ഷേ നമ്മളത് ഇവിടെ എത്തുന്നിടം വരെ നിൽക്കുന്നത് നമ്മൾ വിശ്വാസത്തിലാണ്. പക്ഷേ എത്തിക്കഴിയുമ്പോൾ പിന്നെ വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയും പോലെ നമ്മൾ ഈ ഒരു യാത്രയിൽ, ഈ ആത്മീയയാത്രയിൽ ഇറങ്ങി തിരിച്ചത് നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് പോകാൻ, ഒരു എത്തിച്ചേരുമെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ദൈവം പറഞ്ഞ കാര്യത്തിൽ ഉറച്ച് നമ്മളിവിടെ ടിക്കറ്റ് എടുത്ത് പോകുന്നത് പോലെ തന്നെ അത്ര ഉറപ്പുണ്ട് നമുക്കവിടെ എത്തിച്ചേരുമെന്നുള്ളത്, ആ ഒരു വിശ്വാസത്തിൽ. പക്ഷേ ഇപ്പോഴും നമ്മളവിടെ എത്തിച്ചേർന്നിട്ടില്ല, ആ യാത്രയിലായിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ അവിടെ എത്തിച്ചേരണം. അവിടെ എത്തിച്ചേർന്ന് കഴിയുമ്പോൾ പിന്നെ വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ പ്രത്യാശ. പ്രത്യാശ എന്തുവാ? പ്രത്യാശയും ദൈവം നമ്മളോട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ പാപത്തെക്കുറിച്ചും പാപത്തിൽ പരിഹാരം നേടേണ്ട ആവശ്യവും പാപത്തിൽ ഉള്ളവർ തുടരുന്ന കാര്യങ്ങൾ എന്താണെന്നൊക്കെ വചനം പറഞ്ഞു തന്നപ്പോൾ നമുക്ക് അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെന്നും സ്വാതന്ത്ര്യം പ്രാപിക്കണമെന്നും നമുക്കൊരാഗ്രഹം തോന്നിച്ചു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ മനസ്സിലാക്കി തരികയും ചെയ്തു. അപ്പോൾ അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരികയും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമുക്കൊരു ആശയുണ്ട്, നമ്മൾ പാപമില്ലാത്തവരാണെന്ന് ഇപ്പോൾ.
അത് മനസ്സിലായി. അത് നമ്മുടെ ഒരു ആശയം. പിന്നെ തന്നെയല്ല, എങ്ങനെയുള്ള അവർക്ക് നിത്യജീവൻ ഉണ്ടെന്നുള്ളതും കർത്താവ് ദൈവത്തിൻ്റെ കൂടെ നമുക്ക് നിത്യകാലം വസിക്കാൻ പറ്റുമെന്നും അതിന് പ്രത്യേകമായിട്ട് നമ്മൾ സ്വർഗ്ഗം എന്നുള്ളൊരു പേരിലൊക്കെയാണ് അറിയപ്പെടുന്നതെന്നും നമ്മൾ അവിടെ പോകുന്നു, അവിടെ ഒരു നല്ല സ്റ്റാറ്റസിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നും നിത്യതയിലേക്ക് നമുക്ക് പോകാൻ പറ്റുമെന്നും ഒക്കെ ദൈവം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് വലിയൊരു ആശയമായിട്ട് വന്നിട്ടുണ്ട്. അതേസമയത്ത് നേരത്തെ ഈ കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് നമുക്ക് ആശയമില്ലായിരുന്നു, വിശ്വാസവും ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. നമ്മൾ വിശ്വാസമില്ലാത്തവരും ദൈവമില്ലാത്തവരും പ്രത്യാശയില്ലാത്തവരും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അതെല്ലാം ഉണ്ട്. പക്ഷേ ഈ പ്രത്യാശ എന്ന് പറയുന്നത് പോലും ഇപ്പോഴും നമ്മൾ ആ പ്രത്യാശയിലാണ് പോകുന്നത്. കാരണം അവിടെ ചെല്ലും, അവിടെ എത്തും. ആ വിശ്വാസം പോലെ തന്നെയാണ് പ്രത്യാശയും. പ്രത്യാശ നമുക്ക് ഇതുവരെ അതിൻ്റെ പൂർണ്ണതയായിട്ടില്ല. പക്ഷേ വിശ്വാസത്തിനും പ്രത്യാശയ്ക്കും ഒരു പൂർണ്ണതയുണ്ട്. അത് അവിടെ എത്തിച്ചേരുമ്പോഴാണ്, അത് ആ കാര്യം അത് പൂർണ്ണതയിൽ എത്തിച്ചേരുമ്പോഴാണ്. അപ്പോൾ വിശ്വാസത്തിനൊരു അവസാനമുണ്ട്, പ്രത്യാശയ്ക്കും ഒരു അവസാനമുണ്ട്. അവിടെ നമ്മൾ ഫസ്റ്റ് കൊരിന്ത്യർ ലേഖനത്തിനകത്ത് സെക്കൻഡ് കൊരിന്ത്യർ ലേഖനത്തിനകത്ത് അതിൻ്റെ ഫസ്റ്റ് കൊരിന്ത്യർ 13-ാം വാക്യത്തിൽ ഇപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം. 13:13 വിശ്വാസം, പ്രത്യാശ, സ്നേഹം. അല്ലേ? നിങ്ങൾ കണ്ടോ? 13:13 കണ്ടോ? 1 കൊരിന്ത്യർ 13:13 ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. 13:13 ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ലവ്. അല്ലേ? വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? വിശ്വാസം വലുതല്ലേ, പ്രത്യാശ വലുതല്ലേ, പിന്നെ സ്നേഹം അത് പറയുന്നത് അതിനെക്കാട്ടി വലുതാണ്. പക്ഷെ അത് പല കാരണങ്ങളും ഉണ്ട് അതിനകത്ത് പറയാം സ്നേഹം വലുതാണെന്നുള്ളത്. പക്ഷെ അത് നമ്മൾ മനുഷ്യരുമായിട്ട് ദൈവമായിട്ടുള്ള നമ്മൾ ഇടപെടലിനനുസരിച്ചുള്ള സ്നേഹത്തിൻ്റെ വലിപ്പമുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയായി മറ്റൊരർത്ഥം കൂടെ അതിനുണ്ട്. അതായത് വിശ്വാസം അതിനൊരു എൻഡുണ്ട്, അത് അവസാനിക്കും. കാരണം പിന്നെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ നേരിട്ട് കാണുക ചെയ്യുന്നത്. പ്രത്യാശയ്ക്കും ഒരു അവസാനമുണ്ട്, അത് നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ പിന്നെ വീണ്ടും ഒരു പ്രത്യാശയായിട്ട് നമുക്ക് ജീവിക്കേണ്ട കാര്യം വരുന്നില്ല. എന്നാൽ സ്നേഹം എന്ന് പറയുന്നത് ഇവിടെയും ഉണ്ട് അവിടെയും ഉണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു സാധനം. മനസ്സിലായി? അതാണ് വിശ്വാസം, പ്രത്യാശ, സ്നേഹം. മനസ്സിലായി? ഇവിടുന്ന് തുടങ്ങുന്ന സ്നേഹം അത് ദൈവത്തോടുള്ളതായാലും മനുഷ്യരോടുള്ളതായാലും അത് കൂടി വരത്തേ ഉള്ളൂ. പക്ഷേ വിശ്വാസത്തിനൊരവസാനം വരും, പ്രത്യാശയ്ക്കൊരവസാനം വരും. കാരണം നമ്മൾ വിശ്വസിച്ചിരിക്കുന്നതും പ്രത്യാശയും വെച്ചിരിക്കുന്നതും ഈ ലോകത്തിലുള്ള മാറിപ്പോകുന്ന കാര്യങ്ങളിലോ മനുഷ്യരിലോ അല്ല, മറിച്ച് ദൈവത്തിലാണ്. അതിനെയാണ് ദൈവത്തിലുള്ള ആശയാണ് പ്രത്യാശ എന്ന് മലയാളം കൊണ്ട് പറയുന്നത്. പ്രത്യാശ എന്ന് പറയുന്നത് സാധാരണയുള്ള ഒരു ആശയമല്ല. നമ്മൾ പല കാര്യങ്ങൾ ആശിക്കാറുണ്ട്. ഇപ്പം നമ്മുടെ അപ്പനോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരോ ആരൊക്കെയും വരുമ്പോൾ നമുക്കൊരു സാധനം ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഒരു സാധനം കൊണ്ട് തരും എന്ന് നമ്മളൊരു ആശ വെച്ചിരുന്നാൽ ആ ആശ ചിലപ്പോൾ തെറ്റിപ്പോവാം. കാരണം ചിലപ്പോൾ അവർ മറന്നു പോകാം, അല്ലെങ്കിൽ ഒരു പക്ഷേ അതിനുള്ള പൈസ അന്നേരം അവരുടെ ഉണ്ടായിരുന്നിരിക്കത്തില്ല. ചിലപ്പോൾ എത്ര വലിയ നല്ല മനുഷ്യരാണെന്ന് പറഞ്ഞാലും ചില സമയങ്ങളിലൊക്കെ വീഴ്ച സംഭവിക്കാം. എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആശ വെച്ചാൽ അതിനൊരു മാറ്റം വരത്തില്ല. കാരണം ദൈവത്തെ സംബന്ധിച്ചോളം മനുഷ്യനുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും ദൈവത്തിനില്ല. മനസ്സിലായി? ദൈവത്തിന് മറവിയുമില്ല, ദൈവത്തിൻ്റെ കയ്യിൽ അത് കിട്ടുന്നതിനുള്ള ഒരു കുറവുമില്ല, ദൈവത്തിൻ്റെ ശക്തിക്കും ഒരു കുറവില്ല. അല്ലേ? ദൈവത്തിൻ്റെ കൈ ഇതുവരെ കുറുകിയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. നമുക്കൊരിക്കലും നമ്മൾ പ്രത്യാശ വെച്ചതിനെ പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. അങ്ങനെ പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. പക്ഷേ ഭൂമിയിലുള്ളവരോട് വെക്കുന്ന ആശയ്ക്ക് പ്രത്യാശ എന്ന് പറയത്തില്ല, അതിന് ആശ എന്നാണ് പറയുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷ് ബൈബിളിലും ഹിന്ദി ബൈബിളിലും ഒക്കെ അതിന് ആശ എന്ന് തന്നെ ഇട്ടിരിക്കുന്നത്, അല്ലാതെ പ്രത്യാശ എന്ന് പ്രത്യേകിച്ചൊരു വാക്കില്ല. എന്നാൽ മലയാളത്തിൽ ആശ എന്നുള്ളത് കൊണ്ട് പ്രത്യാശ എന്നുകൊണ്ട് രണ്ടുമുണ്ട്. അത് മനസ്സിലായത് ഹീബ്രു ഭാഷയിൽ എടുക്കുമ്പോൾ അതിന് ഡിഫറൻസ് ഉണ്ട്, അത് മനസ്സിലാക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ആശ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിലുള്ള മനുഷ്യരിൽ വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ശമ്പളത്തിൽ വെച്ചിരിക്കുന്ന, ജോലിയിൽ വെച്ചിരിക്കുന്ന, അതൊക്കെ ആശയാണ്. എനിക്ക് അടുത്ത മാസം ശമ്പളം കിട്ടുമെന്നുള്ളതൊരു ആശയാണ്. അത് പക്ഷേ അത് ചിലപ്പോൾ നിർബന്ധമൊന്നുമില്ല അടുത്ത മാസം കിട്ടണമെന്നൊക്കെ. കാരണം അതെന്തെല്ലാം അതിനിടയ്ക്ക് സംഭവിക്കാൻ പറ്റും. അല്ല, അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലായാലും മനുഷ്യരിലായാലും നമ്മൾ ആശയമോ ആശ്രയമോ വെച്ചതുകൊണ്ട് നമുക്കതിനൊരു ഷുവർട്ടി പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് മനുഷ്യരിലും ആശ്രയം വയ്ക്കരുത്. പല കാരണങ്ങൾ കൊണ്ടാണ്. ഒരുപക്ഷെ അവർ അവിശ്വസ്തരാകണമെന്നൊന്നുമില്ല, പല സാഹചര്യങ്ങൾ കൊണ്ടും സംഭവിക്കാതെ വരും. എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്കോ സാഹചര്യങ്ങൾക്കോ മറ്റൊന്നിനും ഒരു കുഴപ്പം പറ്റാത്തതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ? അപ്പം ആ ഒരു കാരണം കൊണ്ടാണ് അവിടെ അത് പറഞ്ഞിരിക്കുന്നത്.
ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവൽ വലിയതോ സ്നേഹം തന്നെ. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈ വിശ്വാസമായിരുന്നാലും പ്രത്യാശയായിരുന്നാലും അതിനെല്ലാം ഒരവസാനമുണ്ട്. നമ്മൾ ആ കാര്യത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനത് വായിക്കാം. ഒന്ന് റോമൻ ലേഖനം 13-ാം അധ്യായത്തിൽ, നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് വായിച്ചതാണ്. ആ വായിച്ച 13-ാം അധ്യായത്തിൽ ഒന്ന് വായിക്കുമ്പോൾ അതിൻ്റെ 11-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, റോമൻ്റെ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അധികം അടുത്തിരിക്കുന്നു. ഐ ഡോണ്ട് നോ ഹൗ ഇസ് ഇറ്റ് റിട്ടൺ ഇൻ ദി ഇംഗ്ലീഷ്. ക്യാൻ യു റീഡ് ഇറ്റ്? 13:11. And do this, understanding the present time. Understanding the present time. See, this is a very important thing. Present time ne നമ്മൾ മനസ്സിലാക്കണം. Everybody have to read the present time. നമുക്കിപ്പോഴുള്ള സമയത്തെ നമ്മൾ വിവേചിക്കണം. കാരണം അത് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, വിളിച്ചു പറയുന്നുണ്ട്. കാരണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് വളരെ 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 അത് വാതിൽക്കൽ നിൽക്കുന്നു. അങ്ങനെയുള്ളൊരു സമയത്താണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് വി ഷുഡ് റീഡ് ദാറ്റ് ആൻഡ് ദെൻ അക്കോർഡിംഗ്ലി വി ഷുഡ് ബിഹേവ്. അതുപോലെ നമ്മളെ തന്നെ ആ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധാലുവായിട്ട് കൊണ്ടുവരണം. ഓക്കെ, വായിച്ചേ. And do this, understanding the present time, the hour has already come. The hour has already come. The hour, which is, what is the meaning of the hour has already come? The hour that which we are expecting through our faith, the hour which we are expecting through our hope. Faith and hope, these are, we are expecting for a particular hour. At what was that hour? ആ സമയം ഏതാ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്? ദാറ്റ് ഇസ് കർത്താവിൻ്റെ വരവാ. അതാണ് ഞങ്ങളെല്ലാം ഈ വിശ്വാസത്തിലേക്ക് വരാനുള്ള കാരണം. കാരണം ഇതിനൊരു അവസാനമുണ്ടെന്നും ആ അവസാനത്തിൽ ഞങ്ങൾക്ക് രക്ഷ പ്രാപിക്കാൻ പറ്റും, അത് ഞങ്ങൾക്ക് കർത്താവിൻ്റെ കൂടെ സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്നും ഞങ്ങൾക്ക് നിത്യത്തിൽ എത്താൻ പറ്റുമെന്നും ഒക്കെയുള്ള ഒരു ആശ അത് കിട്ടിയതുകൊണ്ട്, അല്ലാതെ ഒരു വിശ്വാസത്തിൽ മറ്റൊരു വിശ്വാസത്തിലേക്ക് വരാൻ ഒരു സോളിഡ് റീസൺ വേണ്ടേ? അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ കൾമിനേഷൻ, ഇതിൻ്റെ കൾമിനേഷൻ ഓഫ് ഫെയ്ത്ത് അല്ലെങ്കിൽ കൾമിനേഷൻ ഓഫ് ഹോപ്പ് ഉണ്ട്. കൾമിനേഷൻ അതുകൊണ്ടാണ് അന്ന് തൊട്ട് തന്നെ നമ്മൾ ഇത്ര വലിയ മറ്റ് പലരുടെയും ഒബ്ജക്ഷനും പല ആൾക്കാരുടെയും റിലേഷൻസിൻ്റെ ഒക്കെ എതിർപ്പുകളൊക്കെ വെച്ച് നമ്മൾ ഇറങ്ങി തിരിച്ചതിൻ്റെ അർത്ഥം എന്നറിയാമോ? ഇത് നമ്മളെ ഒരു പ്രത്യേക ഭാവിയിലേക്ക് നമ്മളെ എത്തിക്കും. ആ ഒരു കൾമിനേഷൻ ഓഫ് ഫെയ്ത്ത് എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആ ഒരു അവറിനെ കുറിച്ച് അവിടെ പറയുന്നത്, ദാറ്റ് അവർ ഹാസ് കം. That the hour which we are expecting has already come. It is come. Just be careful. That is why it is written, we wake up because it is imminent. It is about to come. Whatever we were hoping that is about to accomplish. ദൈവം അതിനെ തീർത്തിക്കാൻ പോവാ. നമ്മൾ ദൈവത്തിൽ പ്രത്യാശ വെച്ചല്ലേ വന്നേ, ദൈവത്തിൽ വിശ്വസിച്ചല്ലേ വന്നേ. അത് നിശ്ചയമായിട്ടും പൂർത്തീകരിക്കും. അന്നേ നമുക്കറിയാമായിരുന്നു. പക്ഷേ ഇന്ന് ദൈവം ആ പൂർത്തീകരണത്തിൻ്റെ സമയത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുക. So now there is no time for being idle or sleeping. So he is asking us to awaken. അതൊന്ന് വായിച്ചേ. And do this, understanding the present time, the hour has already come for you to wake up from your slumber. From your slumber, sleep. From your slumber. From your slumber, because your salvation is nearer now. See, what is the meaning of your salvation is nearer now? See, നമ്മൾ രക്ഷിക്കപ്പെട്ടവരല്ലേ. We are already under salvation. We are given, God has given us salvation because whenever we accepted Jesus Christ as our personal Savior, we are already got our salvation. That is the surety we are already got. But the culmination of that salvation, that faith, it has to accomplish in heaven only. സ്വർഗത്തിലാണ് ആ സത്യം നമുക്ക് പൂർത്തീകരിക്കുന്നത്. നമ്മൾ സാൽവേഷൻ നമുക്കിവിടെ കിട്ടി എന്നുള്ള ദൈവത്തിൽ നമുക്ക് പ്രാപിച്ചു എന്നുണ്ടെങ്കിലും ആ സാൽവേഷൻ്റെ റിയലായിട്ടുള്ള എഫക്റ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മൾ നിത്യതയിൽ ആ സാൽവേഷനിൽ കൂടെ ദൈവത്തിൻ്റെ അടുത്ത് എത്തുമ്പോഴാണ്. അതിനാണ് കൾമിനേഷൻ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൾമിനേഷൻ ഓഫ് അവർ ഹോപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ഫെയ്ത്തിനും ഹോപ്പിനും ഒക്കെ ഒരു കൾമിനേഷൻ ഉണ്ട്. അത് നമ്മുടെ കർത്താവിലാണ്. ആ കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യം സംഭവിക്കാൻ പോകുന്നു. ദാറ്റ് അവർ ഹാസ് കം. That has come. അവിടെ പറഞ്ഞ അവിടെ മോനെ, can you read that part once again? The hour has already come. The hour has already come for you to wake up. You to wake up from your slumber, because
our salvation is nearer now. സാൽവേഷൻ ഈസ് നിയർ. നമ്മൾ സാൽവേഷൻ ഈസ് നിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സാൽവേഷൻ കിട്ടിയ ആളാണ്, രക്ഷിക്കപ്പെട്ടവരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എടുക്കും അല്ലേ, നമ്മൾ കൈപൊക്കും. If somebody is asking you to lift your hands who got salvation, we will lift our hands because we know that we are under salvation. But the salvation അതിൻ്റെ പൂർത്തീകരണം, അതിൻ്റെ ടോട്ടാലിറ്റി, അതിൻ്റെ കംപ്ലീറ്റ്നെസ് വരണമെന്നുണ്ടെങ്കിൽ we have to go with Jesus Christ. നമ്മൾ ജീസസ് ക്രൈസ്റ്റോട് പോയെങ്കിലേ പറ്റത്തുള്ളൂ. And that is the culmination of the faith. That is the what to say, final stage of the salvation. So ഇവിടെ ഈ സാൽവേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പോകുന്ന സാൽവേഷൻ എക്സ്പീരിയൻസ് അല്ല, അത് ഫൈനലിൽ എത്തുന്ന ആ സാൽവേഷനാണ്. ദാറ്റ് ഫൈനൽ പോയിന്റിൽ എത്തുന്ന സാൽവേഷൻ്റെ കാര്യമാണ്. സോ ദാറ്റ് ഈസ് ദ ടെർമിനൽ പോയിന്റ് വിച്ച് യു ആർ ഓൾ ഗോയിങ് ടു. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? സോ ദാറ്റ് ഈസ് അബൌട്ട് ടു ഹാപ്പൻ നൗ. That is about to happen now because the time is very close now, because the arrival of Jesus Christ can come at any time. He is standing at the door. അതാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം at present നമ്മൾ we are reading the circumstances and the time. If you are actually read it properly. See, you people are young people and you all can have your may not be you are having your newspaper or here, but it is your mobile is here and the news channels are all there. You read that. You listen to that, and the contemporary things which are happening in here and around, you just study, and it all points to one thing: Jesus is coming. And actually there are 3 or 4 types of symptoms. One is of the symptom of Israel, and one is the symptom of these Gentiles, the other nations, and the other is the symptoms of the what to say, the climatic conditions and all the things which are changing. There are so many such things we can read from now that it is actually, as far as according to the Bible, it is going to be the end times. But only thing is we need not worry. നമുക്ക് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. Only thing we should not slumber, we should not sleep. നമ്മൾ ഉറങ്ങരുത്. We should be ready, we should be always awake. That means any time the trumpet sound can hear. That is the time we are in. So we need to see, that so far God has promised this so much earlier, but God has to take his own time, so that he has to look so many other things other than us. There are so many things he has to look into before he come to the final stage of his program, that is the installation of God's kingdom and God's heaven. ഈ 2 കാര്യങ്ങളും ദൈവത്തിന് സ്ഥാപിക്കണം. അത് സ്ഥാപിക്കുന്നതിന് മുമ്പ് പല കാര്യങ്ങൾ ദൈവത്തിന് സെറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ധൃതി വെച്ചുകൊണ്ടൊന്നും അത് കാര്യമൊന്നുമില്ല. പക്ഷേ അത് ദൈവത്തിൻ്റെ ആ സമയമായി. പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥ, അതായത് ഇസ്രായേലിൻ്റെ ലക്ഷ്യങ്ങൾ, ഇസ്രായേലിൽ കൂടെ കാണുന്ന ലക്ഷണങ്ങളും ലോകത്തിൽ കാണുന്ന ലക്ഷണങ്ങളും നമ്മുടെ രാജ്യങ്ങളിൽ, മറ്റുള്ള രാജ്യങ്ങളിൽ കാണുന്ന ലക്ഷണങ്ങളും ഒക്കെ, ഇതെല്ലാം ഈ ആകാശത്തിൽ കാണുന്ന ആകാശ ലക്ഷണങ്ങളും ഒക്കെ ഉണ്ട്. കാരണം ആകാശത്തിലെ കാര്യങ്ങളൊക്കെ പഠിക്കണം. ഇപ്പം നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കുന്നവരാണോ എന്നറിയത്തില്ല. നമുക്കിവിടെ അട്രാക്ഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഗുരുത്വാകർഷണം എന്നൊക്കെ പറയുന്ന, മലയാളത്തിൽ പറയുന്ന, അതൊക്കെ കുറഞ്ഞു വരിക. അതുപോലെ സൂര്യനകത്തും കറുത്ത പാടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുക. കറുത്ത പാടുകളുണ്ട്. കാരണം അത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഒരു ഫിലിമിനകത്തോട് വെച്ച് കഴിഞ്ഞാൽ ആ കറുത്ത പാട് വ്യക്തമായിട്ട് കാണാം. അതെന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഹൈഡ്രജൻ പാർട്ട് എരിഞ്ഞിറങ്ങി ഹീലിയമായിട്ട് മാറുന്ന ആ ഭാഗം അത് വലുതായിക്കൊണ്ടിരിക്കുക. മലയാളത്തിൽ അതിൻ്റെ സിമ്പലിൽ എഴുതിയിട്ടുണ്ട്, സൂര്യൻ കറുത്തി കരിമ്പടമായി പോകുമെന്ന്. മനസ്സിലായി? അത് ഓൾറെഡി സ്റ്റാർട്ടഡ് ഫങ്ഷനിങ്. എന്തെല്ലാം ദൈവം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഈ അവസാനം ഇപ്പം നമുക്ക് കണ്ടുകൊണ്ടിരിക്കുക. ഇനി അവസാനം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വരുന്ന ഒരു ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഉദയമാണ്. ആൻറ്റി ക്രൈസ്റ്റ് ഇതിന് അഗൻസ്റ്റായിട്ട് നമ്മളിതെല്ലാം, അത് പക്ഷേ ഇപ്പോഴൊന്നും സംഭവിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരുപാട് നാളൊന്നും ഇല്ല. കർത്താവ് വന്നു കഴിഞ്ഞിട്ട്, കർത്താവിൻ്റെ സഭ ഇവിടുന്ന് പോയതിന് ശേഷം അടുത്ത ഇമ്മോർട്ടലായിട്ട് നടക്കാനിരിക്കുന്ന എസ്കറ്റോളജിക്കൽ ഈവൻ്റ് എന്ന് പറയുന്നത്, എസ്കറ്റോളജിക്കൽ എന്ന് പറഞ്ഞാൽ ഭാവികാല ശാസ്ത്രം, എസ്കറ്റോളജി എന്ന് പറയുന്നത് ഭാവികാല ശാസ്ത്രം. ആ ശാസ്ത്രം അനുസരിച്ച് ഇമ്പോർട്ടൻ്റായിട്ട് ഇപ്പോൾ നടക്കാൻ പോകുന്നത് കർത്താവിൻ്റെ വരവാണ്. ആ കർത്താവിൻ്റെ വരവിൽ നമ്മൾ കർത്താവിൻ്റെ സഭ, കർത്താവിനോട് കൂടെയുള്ള സഭകളെല്ലാം നമ്മുടെ കർത്താവിൻ്റെ കൂടെ പോകും. ബാക്കിയുള്ള ജനങ്ങൾ ഇവിടെ തന്നെ കാണും ഒരു 7 വർഷത്തേക്ക്. എസ്കറ്റോളജിക്കൽ ഈവൻ്റ്, എസ്കറ്റോളജി പഠിക്കുന്ന ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. പക്ഷേ അതിനുള്ള ഒരു സന്ദർഭം, ഒരു സ്റ്റഡി പോലെ വരണം, എന്നാലേ അത് പറ്റത്തുള്ളൂ. ആ 7 വർഷക്കാലം നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കും. അവിടെയാണ് നമ്മൾ പ്രതിഫലങ്ങളും നമുക്കുള്ള വീടും, പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഞാൻ സ്ഥലം ഒരുക്കാൻ പോകുന്നു എന്ന് പറയുന്നതും അതെല്ലാം നമുക്ക് തരുന്നതും, പിന്നെ അതുപോലെ റെസ്പോൺസിബിലിറ്റി നമ്മൾ തരുന്നതും, പിന്നെ നമ്മൾ 7 വർഷം കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ കൂടെ നമ്മൾ ഇവിടെ തിരിച്ചു വരും, ഭൂമിയിൽ തിരിച്ചു വരും. ഒലിവുമലയിലാണ്
കർത്താവ് നമ്മളെയും കൊണ്ട് തിരിച്ചു വരുന്നത്. അന്നാണ് കർത്താവ് ഒലിവുമലയിൽ പാദം വയ്ക്കുമ്പം ഒലിവുമല രണ്ടായി പിളരുമെന്നൊക്കെ സക്രിയാവിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. സക്രിയാവിൻ്റെ പുസ്തകം ഇപ്പം ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അതെടുത്ത് വായിപ്പിക്കുന്നില്ല. സക്രിയാവിൻ്റെ പുസ്തകത്തിലുണ്ട്. ഇപ്പോൾ ഓൾറെഡി തന്നെ നിങ്ങളത് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇസ്രായേലിലുള്ള ഒരു കൂട്ടർ, ഒരു വലിയ ഹൈ റിച്ച് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഒലിവുമലയിൽ ഒരു വലിയ ഹോട്ടൽ കൺസ്ട്രക്ട് ചെയ്യാൻ, കാരണം ഏതായാലും അവിടെ ആണല്ലോ കേന്ദ്രം വരാൻ പോകുന്നത്, ഒരു വലിയ ഹോട്ടൽ കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയൊക്കെ ഇട്ട് അവർ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് എൻജിനീയേഴ്സിനെയും മറ്റുള്ള റിസർച്ച് എല്ലാം നടത്തിയപ്പോൾ അവിടെ പണിയാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ നോക്കുമ്പോൾ ഒരു പ്രശ്നമൊന്നുമില്ലെങ്കിലും അടിവശം പിളർന്നുകൊണ്ടിരിക്കുക, ആ മലയുടെ അടിവശം പിളർന്നുകൊണ്ടിരിക്കുക. പക്ഷേ ബൈബിളിൽ എഴുതിയിട്ടുണ്ട് കാല് കുത്തുമ്പോൾ അത് രണ്ടായിട്ട് മാറുമെന്ന്. ഇപ്പോൾ ഓൾറെഡി ആ പിളർ ഇപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ അവരവിടെ പണിയാതിരിക്കുന്നത് ആ സംഭവം നടക്കാൻ പോകുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾ തിങ്സ് ആർ ഹാപ്പനിങ് നൗ. വേറെ ഒരുപാട് കാര്യങ്ങൾ ഇനി ഇതിനോടുള്ള ബന്ധത്തിലുണ്ട്. കാരണം നമ്മുടെ ഗ്ലോബൽ എക്കോണമി, ഗ്ലോബലായിട്ടുള്ള, പിന്നെ അതുപോലുള്ള ഇനിയിപ്പോൾ ഒരു ഗ്ലോബൽ മീൻസ് വൺ വേൾഡ് സിസ്റ്റം വരാനായിട്ടൊക്കെയുള്ള കാര്യങ്ങൾ ഓൾറെഡി ജനീവയിൽ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. അതിനാണ് വൺ വേൾഡിൽ വന്നിട്ട് ആ വൺ വേൾഡിനാണ് ഒരു അധികാരി വരാൻ പോകുന്നത്. അതിനെയാണ് ആൻറ്റി ക്രൈസ്റ്റ് എന്നുള്ള പേര് പറയുന്നത്. ഇനി അതുപോലെ ആൻറ്റി ക്രൈസ്റ്റായിട്ട് വരാൻ പോകുന്ന 3-4 പേരുടെ പേരുകൾ ഇപ്പോൾ ഓൾറെഡി തന്നെ വെളി വന്നു കഴിഞ്ഞു. നമ്മൾ പ്രതീക്ഷിക്കുന്ന നമുക്ക് തന്നെ ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ ഇൻഫ്ലുവൻസ് ഉള്ളവരും മറ്റുള്ളവർക്ക് മീൻസ് വളരെ പീസ് ട്രീറ്റിയിലൊക്കെ വളരെ പ്രൊമിനൻറ്റ് മെമ്പറായിട്ടുള്ള പല ആൾക്കാരും അതിൻ്റെ പേര് വന്നു കഴിഞ്ഞു. അവരെയൊക്കെ ആകാൻ അത് സാധ്യതകളുണ്ട് എന്നുള്ളത് വന്നു കഴിഞ്ഞു. സോ യു ഷുഡ്, ദാറ്റ് ഈസ് വാട്ട് ഐ സെഡ്, യു ഷുഡ് റീഡ് ദ ടൈം. ഈ സമയത്തെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അത് നമ്മൾ ന്യൂസ് ഒന്നും വായിക്കാതെ കഴിഞ്ഞാൽ വി വിൽ നോട്ട് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദീസ് തിങ്സ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ന്യൂസിൽ ഇത് കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യൻ വായിക്കുമ്പോൾ അതൊരു ന്യൂസായിട്ടേ എടുക്കത്തുള്ളൂ. ബട്ട് വെൻ യു ആർ റീഡിങ് ദ ന്യൂസ് പേപ്പർ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദിസ്, യു ഹാവ് ടു കമ്പയർ ഇറ്റ് വിത്ത് ദ പ്രോഫസി ഓഫ് ദ ബൈബിൾ. ദ പ്രോഫറ്റിക് ഫുൾഫിൽമെൻ്റ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഈ ഓരോ കാര്യങ്ങൾ. അതുകൊണ്ട് ദൈവമക്കൾ ഇതൊക്കെ വായിക്കാതെ വിഡ്ഢികളായിട്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ധൈര്യപ്പെട്ട് പോകാനും പറ്റത്തില്ല. അതിനനുസരിച്ചുള്ള കറക്ഷൻസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബൈബിളിക്കലായിട്ട് നമുക്ക് വേണ്ട പല കറക്ഷൻസ് ഉണ്ട്. പല കറക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പോകത്തില്ല, ദൈവത്തിൻ്റെ അൾട്ടിമേറ്റ് പ്രോഗ്രാമിലേക്ക് എത്തിച്ചേരത്തില്ലെന്ന് പറയുന്ന ആ ഓരോ കാര്യങ്ങൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ വളരെ ശ്രദ്ധയോടെ പഠിക്കുകയും ആ കറക്ഷൻസ് വരുത്താനും ഒക്കെയുള്ള സമയമാണിത്. എന്ന് പറഞ്ഞാൽ വേറെ രീതിയിൽ പറഞ്ഞാൽ, നിങ്ങളൊക്കെ ഡ്രൈവിംഗ് അറിയാവുന്നവരാണല്ലോ. ഡ്രൈവിംഗ് അറിയുമ്പം നമ്മൾ ഏതെങ്കിലും ഒരു റെഡ് ലൈറ്റ് ചെല്ലുമ്പം, ഒരു സിഗ്നൽ ലൈറ്റ് ചെല്ലുന്നുണ്ടെങ്കിൽ നമ്മൾ ഓടി ചെല്ലുമ്പം അവിടെ ഗ്രീൻ ആണെങ്കിലും പെട്ടെന്ന് യെല്ലോ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ അങ്ങ് നിർത്തും. അവിടെ അങ്ങ് നിർത്തി കഴിഞ്ഞിട്ട് ആ യെല്ലോ ലൈറ്റ് തീരുന്നതിനും വരെ നിൽക്കും. യെല്ലോ ലൈറ്റ് പറയുമ്പോൾ നമ്മൾ ആ യെല്ലോ ലൈറ്റ് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ടെന്ന്, ടോട്ടലായിട്ട് നിർത്തി വിശ്രമിക്കാനല്ല പറയുന്നത്, ഒരു അല്പം റെസ്റ്റ് എടുക്കുക. ബട്ട് ബി റെഡി എനി ടൈം ദാറ്റ് the green light will come, then you can go. So that means that grace period, that is called the grace period. Yellow light is the grace period. And that grace period is the one you have to little bit stop and then always be ready to move ahead. That is the meaning of that grace period. Just like that, ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഗ്രേസ് പീരിയഡ് ആണ് ദൈവം തന്നെ. ഈ സമയത്ത് ദൈവം വരാനുള്ള കാര്യം നിങ്ങൾക്ക് ഗ്രീൻ ആകാൻ പോകുന്നു. ഇപ്പം നമുക്ക് പെട്ടെന്നൊരു യെല്ലോ ലൈറ്റ്, നിങ്ങൾ പെട്ടെന്ന് റെഡി ആകുക, അതിനൊന്നും നമ്മളെ ഇൻഫോം ചെയ്യുന്ന ഒരു ഗ്രേസ് പീരീഡ് നമ്മൾ എത്തിക്കഴിഞ്ഞു. നമ്മൾ സ്വർഗത്തിലേക്കുള്ള യാത്രയിലെ ഗ്രേസ് പീരീഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സോ ദിസ് ഈസ് ദ ടൈം യു ഹാവ് ടു ഗെറ്റ് റെഡി ആൻഡ് ടു റെക്ടിഫൈ ഓൾ ദോസ് തിങ്സ് വിച്ച് യു ആർ സപ്പോസ് ടു ഡു. Are you understanding that? അതാ പറഞ്ഞ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവ് ഇനി ഏത് സമയത്ത് നടക്കാം. ഇനിയിപ്പോൾ അതിനുശേഷം നമ്മൾ 7 ഇയറിലേക്ക് നമ്മൾ സ്വർഗത്തിൽ പോകുന്നത് വെറുതെ അവിടെ പോയി ഇരിക്കാനല്ല പോകുന്നത്. അവിടെ ചെന്നിട്ട് പല കാര്യങ്ങൾ ദൈവത്തിന് നമ്മളെ ഏൽപ്പിക്കാനുണ്ട്. ദൈവത്തിന് നമ്മളെ പല കാര്യങ്ങൾ, ദൈവത്തിൻ്റെ ഭാവിയിലേക്കുള്ള കാര്യത്തിൽ നമുക്ക് അന്നാണ് അവിടെ വെച്ചാണ് അസൈൻമെൻറ്റ്സ് തരുന്നത്, അപ്പോയിൻമെൻറ്റ്സ് തരുന്നത്. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ യു ആർ ഡൂയിങ്. നമ്മൾ ഈ ഇവിടെ ഇപ്പോൾ നമ്മൾ വായിച്ചത് നമ്മൾ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത്, അതായത് ഈ ഭൂമിയിലിരിക്കുമ്പോൾ നിങ്ങളെ സ്റ്റഡി ചെയ്യുന്നുണ്ട്. ഇപ്പം ഡാനിയെ സ്റ്റഡി ചെയ്യുന്നുണ്ട്, ഞങ്ങളെയൊക്കെ സ്റ്റഡി ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കെല്ലാം ഏത് ഉത്തരവാദിത്തങ്ങളാണ് ഏൽപ്പിക്കേണ്ടത് ദൈവം ഓൾറെഡി ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ടാണ് റെവല്യൂഷൻ്റെ പുസ്തകത്തിനകത്തൊക്കെ പറയുന്നത്, ഞാനിതാ വേഗം വരുന്നു, പ്രതിഫലം എല്ലാവർക്കും നൽകേണ്ട പ്രതിഫലം എൻ്റെ പക്കലുണ്ട് എന്ന് പറഞ്ഞാൽ പ്രതിഫലം ഞാൻ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു. പ്രതിഫലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളെ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് കൊടുക്കാമെന്നുള്ളത് ദൈവം ഓൾറെഡി ഡിസൈഡ് ചെയ്ത് ദൈവത്തിൻ്റെ രജിസ്റ്ററിൽ അത് എഴുതി കഴിഞ്ഞു.
ഇനിയിപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഹീ ഈസ് കമ്മിങ് വിത്ത് ഓൾ ദോസ് റിക്കാർഡ്സ് ആൻഡ് ആസ് സൂൺ ആസ് യു ആർ ബീൻ റാപ്ചർ, അതിന് ഇംഗ്ലീഷ് പറയുന്ന റാപ്ചർ എന്ന, നമ്മളിവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ സ്വർഗത്തിൽ ചെയ്യുമ്പോൾ ആ 7 വർഷക്കാലം നമുക്ക് സ്വർഗത്തിലുള്ള സ്റ്റാറ്റസ്, നമുക്ക് വേണ്ട ഭവനങ്ങൾ, നമുക്ക് വേണ്ട ഉത്തരവാദിത്തങ്ങൾ എല്ലാം ദൈവത്തിലൂടെ ചേർന്ന് ചെയ്യാൻ. ആ ചേർന്ന് എന്ന് പറഞ്ഞ ഒരു ചെറിയ പ്രോഗ്രാമൊന്നുമല്ല, വലിയ വാസ്റ്റ് പ്രോഗ്രാമാണ്. കർത്താവിനോട് കൂടെ ചേർന്ന് കൂട്ടുവേലക്കാരായിട്ട് നിന്ന് ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്തം നിങ്ങളെ എന്നെ ഏൽപ്പിക്കാൻ പോവുക. Are you understanding that? So that is a very immediate, maybe today night it can happen. But even if only 1 hour is left for us, at that 1 hour be ready. Be ready and always consider all the important things which has to be in your nature, in your character, everything. So you have to make the changes. You do that change. That's very important, because if any such things, if you are lost here, then you will be only responsible. Nobody else will be responsible. സോ കാരണം ഏത് കാരണത്താലും ചില കാരണങ്ങളാൽ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല. ചില കാരണങ്ങൾ, ആ കാരണങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ നമുക്ക് നോക്കണം. ഏതെങ്കിലും ഒരു കാര്യം എന്നെ കർത്താവിൻ്റെ കൂടെ പോകുന്നതിൽ നിന്ന്, കർത്താവ് വരുമ്പോൾ പോകുന്നതിൽ നിന്ന് എന്നെ തടസ്സപ്പെടുത്തുന്ന, എന്നെ നിർത്തിവെക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ടോ, ഞാൻ ചെയ്യേണ്ടതായിട്ടുണ്ടോ, ഞാൻ വിട്ടുപോയതുണ്ടോ, അങ്ങനെയൊക്കെയുള്ളത് സ്റ്റഡി ചെയ്യാനുള്ള ഗ്രേസ് പീരീഡാണിത്. ഇനി നമുക്ക് ഒരുപാട് ചുമ്മാതെ പഴയതുപോലെ വെറും എന്താ പറയുന്നത്, ചക്രം ചവിട്ടുന്നത് പോലെ വിശ്വാസ ജീവിതത്തെ കൊണ്ടുപോകാൻ ഒരു സമയമില്ല നമുക്ക്. വി ഡോണ്ട് ഹാവ്. വി ഷുഡ് ബി വെരി വെരി കെയർഫുൾ ഇൻ അവർ ഗെറ്റിംഗ് റെഡി, ബിക്കോസ് ഹീ ഈസ് ഓൾറെഡി ഓൺ ദ ഡോർ. അതിനുള്ള പല സിംറ്റംസ് അത് ഇപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല സമയങ്ങളിലായിട്ട് നമ്മളിത് പറഞ്ഞു കഴിഞ്ഞ്, ഇപ്പം ഇനി TV ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മെസ്സേജുകളൊക്കെ ഇഷ്ടംപോലെ ഇപ്പോൾ വരുന്നുണ്ട്. അതെല്ലാ മെസ്സേജും ഒരൊറ്റ കാര്യത്തെക്കുറിച്ചാണ്. 2026 ഈസ് എ മോസ്റ്റ് ക്രിട്ടിക്കൽ ഇയർ. 2026 to 30, maybe in any of these times, in between these, it is the coming of Jesus Christ. ഞാനിപ്പോൾ എല്ലാവരും എടുത്തു പറയുന്നത് 2026 തന്നെയാണ്, നമ്മുടെ ഈ തലമുറയെ തന്നെ വരുമെന്നാണ് പറയുന്നത്. കാരണം അങ്ങനെ ഒരു വാക്യമുണ്ട്. കാരണം അത്തിവൃക്ഷം തളിർക്കുന്നത് കാണുമ്പോൾ, മത്തായിയുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്നത് അത്തിവൃക്ഷം എന്ന് പറയുന്നത് ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്. അത് തളിർത്ത് കാണുമ്പോൾ, എന്നാൽ ഇസ്രായേൽ തളിർത്ത് കാണുമ്പോൾ, ഇസ്രായേൽ ഇതുവരെ തളിർത്തിട്ടില്ലായിരുന്നു. 1948 May 14 തളിർത്തത്, അതൊരു രാജ്യമായിട്ട് പ്രഖ്യാപിച്ചത്. എന്നിട്ട് അന്ന് പറഞ്ഞതാണ്, ആ തലമുറയിലുള്ളവരുടെ കാലത്ത് തന്നെ കർത്താവ് വരുമെന്ന്. 1948 ഒരു വ്യക്തി ജനിച്ചാൽ ഇന്ന് ആ തലമുറയുണ്ട്. ആ തലമുറ മാറുന്നതിന് മുമ്പ് കർത്താവ് വരുമെന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ ആ തലമുറയിൽ നിൽക്കുന്നവർ. അതായത് നമുക്ക് മിക്കവാറും പലർക്കും മരിക്കേണ്ടതായിട്ട് വരത്തില്ല. നമുക്ക് ട്രാൻസ്ഫോം ചെയ്ത്, നമ്മുടെ ബോഡി ട്രാൻസ്ഫോം ചെയ്ത് പോകേണ്ട ആവശ്യമേ വരത്തുള്ളൂ. ഇത് നേരത്തെയും കർത്താവിൻ്റെ പ്രവചനങ്ങളനുസരിച്ച് നേരത്തെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ പ്രവചനം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഈ തലമുറയിൽ അത് സംഭവിച്ചിരിക്കും. അങ്ങനെ നേരത്തെ സംഭവിച്ചിട്ടുണ്ട്. അത് യെരൂശലേം ദേവാലയം ഇടിച്ചു കളയും, ഇതിൻ്റെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇത് ഇടിച്ചു കളയുമെന്ന് കർത്താവ് യേശുക്രിസ്തു AD 70 പറഞ്ഞതാണ്. അല്ലെങ്കിൽ AD 40 പറഞ്ഞപ്പോൾ വിചാരിച്ചത് ഇനി ഇതെങ്ങനെ ഇതിനെന്ന് നടക്കാനാണ്. പക്ഷേ അന്ന് തീത്തൂസ് എന്ന് പറയുന്ന റോമൻ എംപയർ അതിനെ ഇടിച്ചു കളഞ്ഞ് AD 70 അതായത് 40 പറഞ്ഞത്, AD 40 പറഞ്ഞത് 30 yearsനുള്ളിൽ, 30 yearsലേക്ക് ഒരു തലമുറയൊന്നും മാറത്തില്ലല്ലോ, അത് സംഭവിച്ചത്. അതുകൊണ്ടാണ് കർത്താവ് അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഹാപ്പൻ ഇമ്മിനൻ്റ്ലി. ഞാനിത് നിങ്ങളോട് പെട്ടെന്ന് പറയുന്നത് എന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം സോളിഡ് പ്രൂഫ് ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. അല്ലാതെ സാധാരണ ദൈവാസന്മാർ അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ഞങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം കർത്താവ് എപ്പോൾ വേണമെങ്കിലും വരും, അതിങ്ങനെ നിങ്ങളെ തയ്യാറാക്കും. പക്ഷേ ഇപ്പോൾ പറയുന്നത് ആ ഒരു അർത്ഥത്തിലല്ല, അന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു അർത്ഥത്തില്ല. ഇറ്റ് ഈസ് ടോട്ടലി ഹി ഹാസ് കം. ഇറ്റ്സ് എനി ടൈം ഹി ഹാസ് ടു എൻ്റർ ദ ഡോർ, ദാറ്റ്സ് ഓൾ. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. സോ ദർ ഇസ് നോ മീനിങ് ഇൻ വേസ്റ്റിംഗ് അവർ ടൈം ആൻഡ് സ്പെൻഡിങ് അവർ ടൈം ലൈക്ക് ദ ഏർലി ഡേയ്സ്. So we should be careful, and God is always true to his words. ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം നിൽക്കും. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവം സമയത്ത് തന്നെ വരും. ദൈവം ഒരിക്കലും തരാൻ താമസിക്കത്തില്ല. ഓക്കെ, അതുപോലെ നമ്മൾ ചെയ്തതനുസരിച്ച് നമുക്ക് ഇന്ന് കിട്ടാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക്കറ്റും ഒന്നും അല്ല കിട്ടുന്നത്, ഗിഫ്റ്റും ഒന്നും അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നതല്ല. അതുമൊക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ ദൈവം തരുന്ന ഇനാമായിട്ട്, അത് വേറെ കാര്യം. പക്ഷെ അതൊന്നും അല്ല അവിടെ കാര്യം. അതിനെക്കാട്ടി വലുത് പറഞ്ഞാൽ ദൈവത്തോടു കൂടെ പ്രവർത്തിക്കാൻ പോവുക. നമ്മൾ വലിയൊരു ദൈവത്തിൻ്റെ വർക്കിൽ നമ്മൾ പ്രധാനപ്പെട്ട ഭാഗങ്ങളാകാൻ പോവുക. കർത്താവിനെ പോലെ തന്നെ സ്വർഗത്തിന് നമ്മൾ അവകാശികളാകാൻ പോവുക.
യു ആർ ഗോയിങ് ടു ഓണർ അസ് ഇൻ ത്രൂ ദാറ്റ് ആൻഡ് അതൊക്കെ ഇതിനൊക്കെ ഒരു സ്റ്റഡി എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു 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 നല്ല ഇതായിട്ടുള്ള രീതിയിൽ നമുക്കൊരു സെറ്റപ്പ് ഉണ്ടാക്കണമെന്നായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദാറ്റ് വി ക്യാൻ ഡു ദാറ്റ്. ഇതൊന്നും പ്രൈസ് ലോർഡ് ഹല്ലേലൂയ നാളത്തേക്ക് മാറ്റി വെക്കാൻ പറ്റിയ കാര്യങ്ങളൊന്നുമല്ല. നാളെ എന്നൊരു കാര്യം ഉണ്ടാകുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ കർത്താവ് വരുന്നതിനുള്ള സമയം അതുവരെ നമ്മൾ നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഒരിക്കലും നമ്മൾ ശ്രദ്ധിക്കാനുള്ള വിട്ടു പോയിക്കൊണ്ടല്ല മറ്റു കാര്യങ്ങളിൽ പോകേണ്ട. മറ്റു കാര്യങ്ങൾ ചെയ്തു, പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ എവിടെയൊക്കെ റെക്ടിഫൈ ചെയ്യണോ അതെല്ലാം റെക്ടിഫൈ ചെയ്ത് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കുക.